അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ടിബറ്റിന്റെ ആത്മീയ ആചാര്യൻ ദലൈലാമയ്ക്ക് ഈ ആഴ്ച 90ാമത്തെ പിറന്നാളാണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ തന്റെ 90ാമത്തെ പിറന്നാളില് ടിബറ്റിന്റെ ഭാവി മതനേതാവിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് ദലൈലാമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യത്തെ ജന്മദിനത്തിന് പ്രത്യേകമായൊരു മാധ്യമ ശ്രദ്ധയും ലോക ശ്രദ്ധയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടിബറ്റിന് അപ്പുറത്തേക്ക് ലോകരാജ്യങ്ങളെല്ലാം ഈ ജന്മദിനാഘോഷം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയും ഇന്ത്യയും മാത്രമല്ല, അമേരിക്ക പോലും ഈ ജന്മദിനാഘോഷം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദലൈലാമ ടിബറ്റിലെ ഒരു ആത്മീയ ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം 1285 കോടി രൂപയില് അധികമാണ്. അപ്പൊ നമുക്ക് തോന്നും ഇത്രയും ആസ്തി ഈ ബുദ്ധസന്യാസിക്ക് എന്തിനാണെന്നുള്ളത്. അതായത് പരമ്പരാഗതമായി ബുദ്ധസന്യാസിമാര് ലൗകിക സ്വത്തുകൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും, പിന്നെ എങ്ങനെയാണ് ദലൈലാമയ്ക്ക് ഇത്ര അധികം സ്വത്തുകൾ വന്നു ചേരുക എന്നത്. പക്ഷെ ദലൈലാമയ്ക്ക് ലഭിക്കുന്ന പണം അദ്ദേഹത്തിൻ്റെതല്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ടിബറ്റൻ കമ്മ്യൂണിറ്റി സംരംഭങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഈ പണം എല്ലാം ഉപയോഗിക്കുക. 1959 ശേഷം ചൈനീസ് ടിബറ്റ് അധിനിവേശത്തിന് ശേഷം ദലൈലാമ നാടുകടത്തപ്പെടുകയും ഇന്ത്യയിലെ ധർമ്മശാലയിൽ ടിബറ്റൻ സർക്കാർ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെയാണ് ദലൈലാമ താമസിക്കുന്നത്. ദലൈലാമ ഇന്ന് ടിബറ്റൻ ബുദ്ധിസത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. എന്നാൽ ദലൈലാമയ്ക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പല ബോളിവുഡ് സെലിബ്രിറ്റികളെക്കാളും കൂടുതൽ വരുമാനം ഉണ്ട്. ദലൈലാമയ്ക്ക് എങ്ങനെയാണ് ഇത്ര അധികം ആസ്തി വന്നു ചേരുന്നത്? ഏകദേശം 2011 ടിബറ്റൻ രാഷ്ട്രീയ മേധാവി എന്ന സ്ഥാനത്ത് നിന്ന് ദലൈലാമ വിരമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആസ്തി വരാൻ മെയിനായിട്ട് കാരണം 58ലധികം പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഓരോ ക്യാഷ് അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കും. ഈ മാർഗങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന് ഇത്രയും ആസ്തി വന്നു ചേരുന്നത്. അതുകൂടാതെ നിരവധി രാജ്യാന്തര അംഗീകാരങ്ങളെല്ലാം അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ഒട്ടേറെ ക്യാഷ് അവാർഡുകൾ അതിന് അനുബന്ധിച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ പണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും പണം ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നുമൊക്കെ ദലൈലാമ പലപ്പോഴും അഭിമുഖങ്ങളിലെല്ലാം പറയുന്നുണ്ട്. എന്നാൽ പണത്തെ ഒരു ദൈവതുല്യമായോ അല്ലെങ്കിൽ ഒരു വസ്തുവായോ കണക്കാക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം. ടിബറ്റ് എന്നാൽ ചൈനയിലെ ഒരു സ്വയംഭരണ പ്രദേശമാണ് ടിബറ്റ്. യുവാൻ ആണ് അവിടുത്തെ ഒരു ഔദ്യോഗിക കറൻസി. പ്രധാനമായും കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ടിബറ്റിലെ ജനങ്ങൾ കഴിഞ്ഞു പോരുന്നത്. കന്നുകാലി വളർത്തലാണ് അവരുടെ മിക്ക ഒരു പ്രധാനപ്പെട്ട തൊഴിൽ. അതുകൂടാതെ ബാർലി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, ഓട്സ്, പരുത്തി, വിവിധതരം പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് അവിടുത്തെ ഒരു പ്രധാന വിളകൾ. എന്നാൽ ടൂറിസത്തിന് ഇപ്പൊ സമീപകാലത്തായിട്ട് കുറച്ച് പ്രാധാന്യം അവർ നൽകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ദലൈലാമ അവിടെ ഒരു സംഘടന സ്ഥാപിച്ചിരുന്നു. അതായത് ഗാർഡൻ ഫോഡ്രാങ് എന്ന ഒരു സംഘടനയാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അതിന്റെ മൂല്യമായ ലക്ഷ്യങ്ങൾ എന്ത് പറഞ്ഞാൽ അടിസ്ഥാന മാനുഷിക മൂല്യങ്ങൾ, മതങ്ങൾ തമ്മിലുള്ള പരസ്പരമായ ഒരു ധാരണ, സമാധാനം, അഹിംസ, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ്. അതല്ലെങ്കിൽ ഈ ലക്ഷ്യങ്ങളാണ് ഈ സംഘടനയുടെ ഒരു മുഖ്യമായ ഒരു ലക്ഷ്യം. അപ്പൊ നിരവധി സംഭാവനകൾ ഈ സംഘടനയ്ക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് എന്ന് വെച്ചാല് പുതിയ ദലൈലാമ ആരാണെന്നുള്ളത്. അതായത് ഇപ്പോ ഉള്ള ദലൈലാമ വിരമിക്കുമ്പോൾ ആരാണ് എന്നുള്ളത്. അപ്പൊ ധർമ്മശാലയിൽ ഏകദേശം 3 ദിവസത്തെ ആഘോഷങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം 15ാമത്തെ ദലൈലാമയെ കാത്താണ് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആയിരങ്ങൾ അവിടെ ഒത്തുചേരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ആത്മീയ നേതാവ് ദലൈലാമയുടെ ഒരു വീഡിയോ സന്ദേശത്തോടെയാണ് ആഘോഷങ്ങൾക്ക് ഒരു തുടക്കം ആകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ജന്മദിന സമയത്താണ് അദ്ദേഹം തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുക. ഈ മാസം ഏകദേശം 9 അദ്ദേഹത്തിന്റെ ജന്മദിനം. അപ്പൊ അതിനുശേഷം മാത്രമേ അദ്ദേഹം പിൻഗാമിയെ പ്രഖ്യാപിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ദലൈലാമ ഏകദേശം 1935 ടിബറ്റിലെ ഒരു ലമ ദൊൻപത് എന്ന ഗ്രാമത്തിൽ ആണ് അദ്ദേഹത്തിന്റെ ജനനം.
അദ്ദേഹത്തിന്റെ മുന്നത്തെ പേര് ടെൻസിൻ ഗ്യാറ്റ്സോ എന്നാണ്. ടിബറ്റൻ ബുദ്ധിസത്തിന്റെ പരമോന്നത നേതാവും ടിബറ്റിന്റെ അധികാരികവുമാണ് ദലൈലാമ. 1989 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനം ലഭിച്ചിരുന്നു.